ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് റൂബി എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത ആളുകൾ ഒരുപാട് പേര് KYC എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡുകൾ, ഇപ്പോൾ റെഫറൽസ് ഒന്നും അധികം ഇല്ലാത്ത ആളുകൾക്ക് മൈനിങ് സ്പീഡ് കൂട്ടാനുള്ള എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് രണ്ടിനെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം അതിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്ക് ഏകദേശം 247 റെഫറൽസ് ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ 186 ആളുകൾ മാത്രമേ മൈൻ ചെയ്യുന്നുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മൈൻ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പൈ ടോക്കൺ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഓപ്ഷൻ മൈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. പേഴ്സണൽ സെക്ഷനിലാണ് ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഇമെയിലും മൊബൈൽ നമ്പറും ഓട്ടോമാറ്റിക് വരും. ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഇത് ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഒരുപാട് ആളുകളുടെ ഇപ്പോൾ പൈ ടോക്കൺ ചെയ്ത അല്ലെങ്കിൽ പൈയുടെ മൈനിങ് ചെയ്ത ഒരുപാട് ആളുകൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റിച്ച് കൊടുത്തത് കാരണം KYC ചെയ്തപ്പോൾ നെയിം ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നിട്ട് അവരുടെ KYC ഒരുപാട് പേരുടെ റിജക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അത് റീനെയിം ചെയ്യാനും ഒക്കെ അഡീഷണലി നമ്മൾ ഫൈനൊക്കെ പേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷനിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് യൂസർ വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ KYC ചെയ്യേണ്ടത്. അപ്പോൾ KYC ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ യൂസർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ KYC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം, നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ വെൽക്കം ടു റൂബി KYC വി ആർ സോഷ്യൽ ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ യു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ മൈനസ് കമ്മിറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. അതിൽ 3 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ കാണിക്കുന്നത് കംപ്ലീറ്റ് ഓണർഷിപ്പ് ഇൻഫർമേഷൻ ഓവർ 30 ഡേയ്സ്. അതായത് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഓണർഷിപ്പ് ഇൻഫർമേഷനൊക്കെ പ്ലേസ് ചെയ്തതിന് ശേഷം 30 ദിവസം നമ്മൾ ഇതിൽ മൈൻ ചെയ്യണം, അല്ലെങ്കിൽ 30 ദിവസം ഇതിൽ ആക്ടിവേറ്റ് ആയിരിക്കണം. ഇത് പൈ നെറ്റ്വർക്കിലുള്ളത് പോലെ തന്നെ KYC ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 30 ഡേയ്സ് മൈനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആകണമെങ്കിൽ 30 ദിവസം നമ്മളിതിൽ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഏകദേശം 10 ദിവസം എന്തോ ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 30 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ചെക്ക് ലിസ്റ്റ് ആക്ടിവേറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എക്സ്പ്ലോയിറ്റ് അറ്റ്ലീസ്റ്റ് 30 രൂപി. നിങ്ങൾ മൈൻ ചെയ്തിട്ട് 30 രൂപയെങ്കിലും ആകണം, എന്നാൽ മാത്രമേ ഈ സെക്കൻഡ് ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുള്ളൂ. എൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഓൾറെഡി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ബാലൻസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് ഓപ്ഷൻ റിസീവ് ഇൻവിറ്റേഷൻ ഫ്രം KYC 1.5 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് എന്തെന്ന് വെച്ചാൽ KYC ചെയ്ത ആളുകളുടെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടണം, എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവുന്നത്. അതിൽ കുറച്ച് ഡൗട്ട് ഉണ്ട് എനിക്ക്. അത് കംപ്ലീറ്റ് ഈ ബാക്കിയുള്ള ഓപ്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇത് മൂന്നും കംപ്ലീറ്റ് ആയാൽ മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് KYC ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 30 ഡേയ്സ് കഴിഞ്ഞ് ഇതെല്ലാം ആക്ടിവേറ്റ് ആയിട്ട് കംപ്ലീറ്റ് KYC ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സെക്ഷൻ, ഈ വീഡിയോയുടെ സെക്കൻഡ് സെക്ഷനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റി സർക്കിൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് മൈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മളുടെ റെഫറൻസിനെ കംപ്ലീറ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ ആരൊക്കെ മൈൻ ചെയ്യുന്നുണ്ട്, ആരെല്ലാം ഓഫ് ചെയ്തിരുന്നു, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അവരൊക്കെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, റിമൈൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവർക്കൊരു റിമൈൻഡർ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാകും, എല്ലാവർക്കും പോയിട്ടുണ്ടാകും. മൈൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഓർമ്മ വന്നിട്ട് അത് മൈൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ട്രസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലാണ് നമ്മളുടെ ട്രസ്റ്റ് സർക്കിളിലെ അംഗങ്ങളെ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഡെയിലി മൈൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഡെയിലി മൈൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇതുപോലെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. 5 പേരെ നിങ്ങൾക്ക് മാക്സിമം ഇതിൽ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ 4 പേരെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് മൈനിങ്. ഇപ്പോൾ പുതിയൊരാളെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ആഡ് മെമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട്, ഇത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ആയിരിക്കും, ഗ്രാഫിക് എംപയർ എന്ന് പറയുന്ന അക്കൗണ്ട് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രസ് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ഞാനിപ്പോൾ മറ്റൊരാളെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ അതിലേക്ക് പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ഈ ഒരു സെക്ഷനിൽ ഇത് ആഡ് ആയിക്കിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈമർ ഏകദേശം 2 മണിക്കൂറാണ് ടൈമർ അവൈലബിൾ ആയിട്ടുള്ളത്. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് റിമൂവ് ആയി പോകും, അല്ലെങ്കിൽ ഡിക്ലൈൻ ആയി പോകും ആ ഒരു ഓഫർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ എപ്പോഴും മൈൻ ചെയ്യുന്ന ആളുകളെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മൈനിങ് സ്പീഡ് നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മൈൻ ചെയ്യാത്ത ആളുകളെ റിമൂവ് ചെയ്തിട്ട് പുതിയ ആളുകളെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ സെക്യൂരിറ്റി സർക്കിൾ ആഡ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡും മറ്റു കാര്യങ്ങളും കൂടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. സെൽഫ് എക്സ്പ്ലോയിറ്റിംഗ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ പോയിന്റ്സ്, എത്ര പെർസെൻറ്റേജ് പോയിന്റ് നമ്മളുടെ ഇതിലേക്ക് വരുന്നുണ്ടെന്ന് കാണാം. അതുപോലെ തന്നെ ട്രസ്റ്റ് സർക്കിളിൽ നിന്ന് എത്ര പോയിന്റ്സ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ റെഫറൻസ് മൈൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റിമൈൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു റിമൈൻഡർ നോട്ടിഫിക്കേഷൻ സെൻഡ് ആകും. അവർക്കൊരു നോട്ടിഫിക്കേഷൻ മുകളിൽ ലഭിക്കും. അപ്പോൾ ഓർമ്മ വരുമ്പോൾ അവർ മൈൻ ചെയ്യും. ഇത് പൈ നെറ്റ്വർക്കിലുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ട്രസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. ഇതിൽ മാക്സിമം നിങ്ങൾ കീഴിലിപ്പോൾ മൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യുന്ന ആളുകളെ മാത്രം നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുന്ന ആൾക്കും നിങ്ങൾക്കും കൂടുതൽ മൈനിങ് സ്പീഡ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ചിലപ്പോൾ മൈനിങ് സ്റ്റോപ്പ് ചെയ്ത് 2-3 ദിവസമൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവരെ ഞാൻ റിമൂവ് ചെയ്തിട്ട് മറ്റൊരാളെ ആഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത്ര പേര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്ഷൻ കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഇവിടെ വന്നിട്ടുണ്ട്, വുഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ താഴെ ആഡ് മെമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലസ് സിമ്പിളും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആകെ ചെയ്യേണ്ടത് ആഡ് മെമ്പർ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള, അതായത് കണ്ടിന്യൂസ് മൈൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആൾക്കൊരു നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാകും. അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു സർക്കിളിൽ അദ്ദേഹം ആഡ് ആയി കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 2 പേര് മൈൻ ചെയ്യുന്നില്ല. അവരെ ഇപ്പോൾ റിമൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് റിമൈൻഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അവർക്കൊരു റിമൈൻഡർ നോട്ടിഫിക്കേഷൻ പോകും. ഇനി ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആൾ മൈൻ ചെയ്യുന്നില്ല, 2-3 ദിവസമായിട്ടൊന്നും മൈൻ ചെയ്യുന്നില്ല, അദ്ദേഹത്തെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അൺലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കാം. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇത് മറ്റേതോ ലാംഗ്വേജിലാണ് വരുന്നത്. ഇതിൽ ഈ റെഡ് കളർ വരുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം റിമൂവ് ആയി പോകും. പകരം നമുക്ക് മറ്റൊരാളെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്കിപ്പോൾ എന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ കാണുന്ന 5 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ താഴെ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച പോലെ ആഡ് മെമ്പർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഒരാളെ ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ താഴെ കാണുന്ന ഇദ്ദേഹം 2-3 ദിവസമായിട്ട് മൈൻ ചെയ്യാറില്ല. അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അൺലിങ്ക് കൊടുക്കുക. ഓക്കെ, അൺലിങ്ക് കൊടുത്തിട്ട് ഈ റെഡ് കാണുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം റിമൂവ് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, 5 പേരെ നമുക്ക് മാക്സിമം സെക്യൂരിറ്റി സർക്കിളിൽ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആഡ് മെമ്പർ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ യൂസർ നെയിം കാണാൻ സാധിക്കും. ഗ്രാഫിക് എംപയർ എന്നോ അല്ലെങ്കിൽ സജിലിനോ എന്തായിരിക്കും യൂസർ നെയിം. അതിൽ ജസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റ് വരുന്ന ഇദ്ദേഹം എൻ്റെ പേരാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബാക്കിൽ പോകുമ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും, 9+ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ എനിക്ക് വന്ന ഒരു ഇൻവിറ്റേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആഡ് ചെയ്തിട്ട്. ഏറ്റവും മുകളിൽ ഒരു ഇൻവിറ്റേഷൻ ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർക്കിളിൽ എന്നെ ആഡ് ചെയ്യാൻ, ട്രസ്റ്റ് സർക്കിളിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ, എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം ഉണ്ടാവുള്ളൂ. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതെല്ലാം ടൈം കഴിഞ്ഞു. ചിലവരൊക്കെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻവിറ്റേഷൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ടൈമർ ഉണ്ടാവും. ആ ടൈമറിന് ഉള്ളിൽ അദ്ദേഹം, ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം 2 മണിക്കൂറാണ് ആ ടൈമർ. അതിനുള്ളിൽ അദ്ദേഹം ആ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഡിക്ലൈൻ ആയി പോകും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക് 2 മണിക്കൂർ കഴിഞ്ഞത് കാരണം ഡിക്ലൈൻ ആയി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടാവും. നമുക്കുള്ള ബെനിഫിറ്റും അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കുള്ള ബെനിഫിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഇത് കാണിക്കാൻ സാധിക്കില്ല കാരണം അത് ഡിക്ലൈൻ ആയി പോയി. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ പുതിയൊരു സർക്കിൾ ഇൻവിറ്റേഷൻ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിരുന്നു. അദ്ദേഹം സർക്കിൾ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സർക്കിൾ ഓഫ് ട്രസ്റ്റ് നജീബുദ്ദീൻ അഗ്രി ടു ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷനിൽ വന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിൽ ലഭിക്കും, നജീബുദ്ദീൻ അഗ്രി ടു ജോയിൻ യുവർ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ തിരിച്ച് മൈ ഗ്രൂപ്പിൽ
ട്രസ്റ്റ് സർക്കിൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആഡ് ആയിട്ടും ഒരാളിപ്പോൾ നമ്മൾ കൊടുത്ത 2 നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ 2 റിക്വസ്റ്റിൽ ഒരാൾ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ട്രസ്റ്റ് സർക്കിളിൽ നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യുക. എന്നെ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും, എനിക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും ഫ്യൂച്ചറിൽ. നിങ്ങളുടെ സ്പീഡും കൂടും, അതുപോലെ തന്നെ ചെറിയ എന്തോ ടോക്കൺസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് കാണിക്കാൻ സാധിക്കില്ല, കാരണം ഓപ്ഷൻ ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പൈ നെറ്റ്വർക്കിലുള്ള പോലെ ചാറ്റ് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നമ്മളുടെ ഗ്രൂപ്പ് ഓഫ് ഗ്രാഫിക് എംപയർ 003 എടുത്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ മൈനിങ് ചെയ്യുന്ന മൈനിങ് സ്പീഡും അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ മൈൻ ചെയ്യുന്ന ആളുകളുടെ സ്പീഡും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. യൂസർ വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കില്ല, കാരണം KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു സെക്ഷൻ നമുക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ട്രേഡിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പൺ ആവും. നമുക്കിപ്പോഴും ഇപ്പോൾ പൈ നെറ്റ്വർക്ക് റിലീസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റിൽ ഒരുപാട് സെയിലും ബൈയൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിലും ചെയ്യാം. റൂബി നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന റൂബി നമുക്ക് മറ്റുള്ള ആളുകൾക്ക് വിൽപ്പന നടത്താൻ ഇപ്പോൾ സാധിക്കും. അതായത് ഓൺ ചെയിനിലല്ല, ഓഫ് ചെയിനിൽ, ഓഫ് മാർക്കറ്റിലൂടെ നമുക്ക് ചെയ്യാം. പൈ നെറ്റ്വർക്ക് ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടല്ലോ, ബൈയും സെല്ലൊക്കെ ഒരു $2 $1 ആളുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ്. അതുപോലെ നമുക്ക് ഇതിലും വിൽപ്പന നടത്താൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ള കാര്യങ്ങളെല്ലാം KYC കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും മിനിമം 30 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മൈൻ ചെയ്യുക. പൈ നെറ്റ്വർക്ക് മൈൻ ചെയ്തതുപോലെ തന്നെ ഇത് നിങ്ങൾ മൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തായാലും കുറച്ച് നാൾ പിടിക്കും ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും അത്രയും നാൾ നമ്മൾ മാക്സിമം മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കളക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ യൂസർ നെയിം അവരുടെ റെഫറൽ സെക്ഷനിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറയുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. കാരണം ഡയറക്റ്റ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ആരാണ് നിങ്ങൾ റെഫർ ചെയ്തു എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ഇത് എൻ്റെ റെഫറൽ കോഡാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റെഫറൽ കോഡ് ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, അത് അവരോട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറയുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരുപാട് റൂബീനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും പുതിയ പുതിയ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ജോയിൻ ചെയ്യേണ്ട സ്റ്റെപ്സും ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.